നമസ്കാരം. മത്തി മീൻ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്നതും ഊണ്, ചപ്പാത്തി, അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു സൈഡ് ഡിഷാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. മത്തി മപ്പാസ്. മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഇത് ക്ലീൻ ചെയ്തെടുത്ത മത്തി അഥവാ ചാള 300 ഗ്രാം. 1/2 കിലോ മത്തി വാങ്ങി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ 300 ഗ്രാം കിട്ടും. ഇതുപയോഗിച്ച് ഏകദേശം 5 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിൽ മത്തി മപ്പാസ് തയ്യാറാക്കാൻ പറ്റും. നന്നായിട്ട് നെയ്യുള്ള മത്തിയാണ് മത്തി മപ്പാസ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ആദ്യമായിട്ട് ഒരു പാനോ കടായിയോ ചൂടാക്കിയ ശേഷം അതിലേക്ക് എണ്ണ 3 ടേബിൾ സ്പൂൺ ഒഴിക്കുക. ഇതൊരു നാടൻ വിഭവമായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയായിരിക്കും നല്ലത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കടുക് 1/2 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ. ഉലുവ ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി കടുകെല്ലാം പൊട്ടിത്തരുന്നതുവരെയും അതുപോലെ തന്നെ ഉലുവ ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആവാൻ തുടങ്ങുന്നതുവരെയും വെയിറ്റ് ചെയ്യുക. പിന്നീട് തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 8 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് ഇളക്കുക. ഏകദേശം 10-15 സെക്കൻഡ് നേരം മാത്രം ഇളക്കിയാൽ മതിയാകും. പിന്നീട് ഉടൻ തന്നെ ഇതിലേക്ക് 4 പച്ചമുളക് ചോപ്പ് ചെയ്തോ അതല്ലെങ്കിൽ ഇതുപോലെ നടുവേ കീറിയോ ചേർക്കാവുന്നതാണ്. കറിവേപ്പില 2-3 തണ്ട്, ഒരു മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്തത്, അവസാനമായി ഉപ്പ് 1/2 ടേബിൾ സ്പൂൺ, അതായത് 1.5 ടീസ്പൂൺ. ഇനി ഇത് ഇളക്കി വഴട്ടിയെടുക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. സവോള നന്നായിട്ടൊന്ന് വാടി ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്നത് വരെ വേണം വഴട്ടാൻ. സവോള ഇതുപോലെ നന്നായിട്ട് വെന്ത് ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോൾ തന്നെ സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, അതായത് 1.5 ടീസ്പൂൺ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം 10-15 സെക്കൻഡ് നേരം ഒന്ന് ഇളക്കുക. സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. പിന്നീട് ഉടൻ തന്നെ തേങ്ങയുടെ 2ാം പാൽ 1.5 കപ്പ് ചേർക്കുക. റെഡിമെയ്ഡ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 കപ്പ് തേങ്ങാപ്പാലിൽ 1 കപ്പ് വെള്ളം ചേർത്ത് ലൂസാക്കി 2ാം പാൽ തയ്യാറാക്കുക. അടുത്തതായി കുടംപുളി 5 ഗ്രാം, അതായത് ഒരു മുഴുവൻ കുടംപുളിയുടെ 4/1 എടുത്താൽ മതിയാകും. ഇനി തീ കൂട്ടി ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരു അടപ്പ് ഉപയോഗിച്ച് അടച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ക്ലീൻ ചെയ്തു വെച്ചിരുന്ന മത്തി ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം ഒരു തവി ഉപയോഗിച്ച് മീൻ ഗ്രേവിയിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നിരത്തിയിടുക. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുന്നതുവരെ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. പാൻ അടച്ചു വയ്ക്കുക. മീൻ ചേർത്ത ശേഷം ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 7-8 മിനിറ്റ് നേരം വേവിക്കുക. ഇതിപ്പോൾ 8 മിനിറ്റ് ആയിട്ടുണ്ട്. മത്തി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മീൻ വെന്ത ശേഷം തവി ഉപയോഗിച്ച് ഒരുപാട് ഇളക്കരുത്. അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ, അതായത് കട്ടിയുള്ള തേങ്ങാപ്പാൽ 1/2 കപ്പ് ചേർക്കുക. 1ാം പാൽ ചേർത്ത് ഉടനെ തന്നെ തീ ഓഫ് ചെയ്യുക. കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത ശേഷം തിളപ്പിച്ചു കഴിഞ്ഞാൽ പാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി പാൻ കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് നമ്മൾ ചേർത്ത തേങ്ങാപ്പാൽ കറിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. സ്പൂണിട്ട് ഒരുപാട് ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തേങ്ങാപ്പാൽ കറിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്ലേവേഴ്സ് എല്ലാം മീനിൽ നന്നായിട്ട് പിടിക്കുന്നതിനായിട്ട് കുറഞ്ഞത് 15 മിനിറ്റ് നേരമെങ്കിലും വെച്ച ശേഷം ചെറു ചൂടോടുകൂടി സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അരമണിക്കൂറെങ്കിലും വയ്ക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. മറ്റു മീനുകൾ ഉപയോഗിച്ചും ഇതേ റെസിപ്പിയിൽ ചെയ്യാമെങ്കിലും കുടംപുളിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് നല്ലതുപോലെ നെയ്യുള്ള മത്തിയായിരിക്കും ഇതിന് ഏറ്റവും നല്ലത്. മത്തി മപ്പാസിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ട് 1-ൽ കൂടുതൽ ദിവസം കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുക. ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.